Okay, please mark your attendance. Okay. എല്ലാവരും attendance mark ചെയ്തോളൂ. Then in our previous class we are discussed about different festivals. Okay. ഒരുപാട് ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ഓർമ്മയുണ്ടോ? എന്തൊക്കെ ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് പറഞ്ഞത്? എന്തൊക്കെ ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്? ഇവാന ഉണ്ടായിരുന്നില്ല തോന്നുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ ഏതൊക്കെ ഫെസ്റ്റിവൽസിന്റെ കാര്യമാണ് പറഞ്ഞത്? നമ്മൾ കുറെ ആഘോഷങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? ഏതൊക്കെയായിരുന്നു ഇവാന? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ ഇവാന? ഓർമ്മയില്ലെങ്കിലും പോട്ടെ, ഓർമ്മയുണ്ടോ എന്തെങ്കിലും? ഉണ്ടോ? ഇവാനിക്ക് ഓർമ്മയില്ല. ഇനി ആരാണ് പറയാൻ വേണ്ടി? ആയിഷാമാന, നമ്മൾ കഴിഞ്ഞ ദിവസം ഏതൊക്കെ ഫെസ്റ്റിവൽസിനെ കുറിച്ചാ പറഞ്ഞേ മോളെ? അൺമ്യൂട്ട് ചെയ്തേ ആയിഷ. ഓക്കെ, പറഞ്ഞേ ആയിഷ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ കഴിഞ്ഞ ദിവസം പറഞ്ഞേ? ഓക്കെ, ആയിഷ അമ്മാന പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ മോളെ. അവിടെ എന്തോ മോൾക്ക് കണക്ഷൻ പ്രോബ്ലം എന്തോ ഉണ്ട് എന്ന് തോന്നുന്നു. ദെൻ മുഹമ്മദ് ഷാസിൽ, നമ്മൾ ഏതൊക്കെ ഫെസ്റ്റിവൽസിനെ കുറിച്ചാ പറഞ്ഞത് മോനെ? ദിവാലി, ഈദ്, ദിവാലി, ഈദ്, ക്രിസ്മസ്, ഗുരുപർവ് അല്ലേ? ദിവാലി, ഈദ്, ക്രിസ്മസ് ആൻഡ് ഗുരുപർവ്, ഇത്രയും ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അല്ലേ? കുറെ ഫെസ്റ്റിവൽസ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഇതൊക്കെ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അല്ലേ? ദെൻ ദിവാലി, ദിവാലിയാണ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് വാട്ട് ഈസ് ദിവാലി? വാട്ട് ഈസ് ദിവാലി? ദിവാലി ഡേയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ? നൂഹ. ഓക്കെ, നുഹാസ്മീൻ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ദിവാലി ഡേയിൽ ചെയ്യുന്നത്? ലൈറ്റ് കത്തിച്ചു വെക്കാറുണ്ട് അല്ലേ? കുറെ ലൈറ്റ് ചെയ്യാറുണ്ട് അല്ലേ? വി ലൈറ്റ് ലാംപ്സ് ആൻഡ് ദിയ, വിളക്കും ദിയാസും ഒക്കെ കത്തിച്ചു വെക്കാറുണ്ട്. എന്താ ദിയാസ്? ഇങ്ങനെയുള്ള ഒരു കുഞ്ഞ് വിളക്കാണ് അല്ലെ? നമ്മൾ ചിരാത് എന്നൊക്കെ പറയുന്ന ചെറിയൊരു എന്താണ് ദീപം തെളിയിക്കുന്നതിനാണ് ദിയാസ് എന്ന് പറയാ അല്ലെ? നമ്മളത് ലൈറ്റ് ചെയ്യാം. പടക്കം പൊട്ടിക്കും, മധുരം കഴിക്കും. ഓക്കെ, നമ്മള് പടക്കം പൊട്ടിക്കാറുണ്ട് അല്ലേ? നമ്മൾ പടക്കം പൊട്ടിക്കും. ദീപാവലിയിൽ കുറെ പടക്കമൊക്കെ പൊട്ടിക്കാറുണ്ട്. പിന്നെ എന്ത് ചെയ്യും? വി പ്രേ, നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? ദീപാവലി ഡേയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദെൻ വി ഡെക്കറേറ്റ് അവർ ഹോംസ്, നമ്മുടെ വീടുകൾ നമ്മൾ അലങ്കരിക്കാറുണ്ട് അല്ലെ? വീടൊക്കെ നല്ല വൃത്തിയാക്കി നല്ല ഭംഗിയാക്കാറുണ്ട്. പിന്നെ കുറെ വിളക്കുകളൊക്കെ കത്തിച്ചു വെക്കാറുണ്ട്, പടക്കം പൊട്ടിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ദിവാലി ഡേയിൽ ചെയ്യാറുണ്ട് അല്ലേ? ദിവാലി ഇസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. എന്താണ്? ദീപങ്ങളുടെ ഉത്സവമാണ് അല്ലെ? അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ദീപാവലി എന്ന് പറയുന്നത്. ദീപങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ ദിവാലി ഡേയിൽ കത്തിച്ചു വെച്ച് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. സോ ദിവാലി ഇസ് എ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് അല്ലെ? ദീപങ്ങളുടെ ഉത്സവത്തിനെയാണ് ദീപാവലി എന്ന് പറയുന്നത് അല്ലെ? വി പ്രേ ഓൺ ദിവാലി ഡേ ആൻഡ് വി ഡെക്കറേറ്റ് അവർ ഹോംസ് ആൻഡ് വി ലൈറ്റ് ലാംപ്സ് ആൻഡ് ദിയാസ്. ഓക്കെ, ലാമ്പും ചെറിയ ദിയാസും ഒക്കെ കത്തിച്ച് വെക്കാറുണ്ട് നമ്മള്. പിന്നെ പ്രാർത്ഥിക്കാറുണ്ട്, വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ഒക്കെ നമ്മൾ ദീപാവലി ഡേയിൽ ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ഈദ്. EID, ഈദ്. ഈദാണ് അല്ലെ? അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് ഈദിനെ കുറിച്ചാണ് അല്ലെ?
നമ്മൾ ഈദ് ഡേയിൽ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഈദ് ഡേയിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യാ വൈദ? എന്തൊക്കെ ചെയ്യാറുണ്ട്? ഓർമ്മയുണ്ടോ നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തേ. We pray. Okay, we pray. പിന്നെയോ? പുതിയ ഡ്രസ്. Yes, we wear new clothes. പുതിയ ഡ്രസ് നമ്മൾ വാങ്ങി ധരിക്കാറുണ്ട്. Then പിന്നെന്ത് ചെയ്യും? അവർക്ക് ഉപ്പ കൊടുക്കും. പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യും? തുണികളൊക്കെ വാങ്ങിച്ചു കൊടുക്കും അല്ലേ? We give clothes to the poor. പാവപ്പെട്ട ആളുകൾക്ക് നമ്മൾ തുണിയും പൈസയും ഒക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യും അല്ലേ? So on Eid day we pray and we wear new clothes and we give clothes to the poor and we celebrate together with making different kinds of food and പിന്നെന്തൊക്കെ ചെയ്യും നമ്മള്? പിന്നെന്തൊക്കെ ചെയ്യാറുണ്ട്? നമ്മള് പാവപ്പെട്ട ആളുകൾക്ക് അല്ലേ എന്ത് ചെയ്യും? We give clothes to the poor people and we pray together and we wear new clothes, visit our relatives houses അല്ലേ? നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലൊക്കെ നമ്മൾ പോവാറുണ്ട് അല്ലേ? So we celebrate Eid day with pray together. We wear new clothes and give clothes to the poor people. Okay. Then next festival is Christmas. Christmas. What is Christmas? What is Christmas? എന്താണ് ക്രിസ്മസ്? ഫാത്തിമ മെഹറിൻ, what is Christmas? എന്താണ് ക്രിസ്മസ് എന്ന് പറയുന്ന ഫെസ്റ്റിവല്? നമ്മൾ എന്തൊക്കെ ചെയ്യും ക്രിസ്മസിന്? പറയുമോളെ? നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യും അല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. നമ്മൾ എന്ത് ചെയ്യും? We give gifts to our friends. നമ്മള് നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എന്ത് ചെയ്യും? ഗിഫ്റ്റ് കൊടുക്കും അല്ലെ? സമ്മാനം ഒക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കും. We sing Christmas carols അല്ലെ? ക്രിസ്മസിന് നമ്മൾ എന്ത് ചെയ്യും? കരോള് പാടും അല്ലെ? പാട്ടൊക്കെ പാടിച്ച് എന്ത് ചെയ്യും? സാന്താക്ലോസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്മസ് കരോളൊക്കെ നടത്താറുണ്ട്. പിന്നെയോ we decorate the Christmas tree. ക്രിസ്മസ് ട്രീ നമ്മൾ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കും അല്ലെ? ക്രിസ്മസ് ട്രീനെ നമ്മൾ എന്ത് ചെയ്യും? നല്ല ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അല്ലെ ക്രിസ്മസ്? പിന്നെ എന്ത് ചെയ്യും? കേക്ക് ഒക്കെ കട്ട് ചെയ്യും അല്ലെ? ക്രിസ്മസ് കേക്ക് ഒക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യും. പിന്നെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കും അല്ലെ? സോ ക്രിസ്മസ് ഈസ് ദ ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലെ? ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ് അല്ലെ? ഉണ്ണിയേശു ജനിച്ച ദിവസമാണ് അല്ലെ? അന്നത്തെ ദിവസമല്ലേ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? അതെ, ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആണ് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെ? നെക്സ്റ്റ് ഫെസ്റ്റിവൽ ഈസ് ഗുരുപർവ്. ഗുരുപർവ് ഈസ് ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ. വാട്ട് ഈസ് ഗുരുപർവ്? ആദിയ, എന്താണ് ഗുരുപർവ് ആദിയ? ഗുരുപർവ് എന്ന് പറയുന്ന ഫെസ്റ്റിവലിലെ ഗുരുപർവ് എങ്ങനെ വേണമെങ്കിലും പറയാം അല്ലെ? ഗുരുപർവിന് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? എന്തൊക്കെ ചെയ്യാറുണ്ട് ആദ്യം? എന്താണ് മോളെ? വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. പിന്നെയോ എന്താണ്? ഫുഡ് ഉണ്ടാവും. ഓക്കെ, ഫുഡ് ഉണ്ടാക്കും. ഓക്കെ ഓക്കെ. നമ്മള് എന്ത് ചെയ്യും? ഗുരുപർവിന് നമ്മൾ എന്ത് ചെയ്യും? ഗുരുദ്വാരാസിൽ പോയിട്ട് പ്രാർത്ഥിക്കും അല്ലെ? അവിടുത്തെ
സിഖ് ഗുരുക്കന്മാർ താമസിക്കുന്ന സ്ഥലമാണ് ഗുരുദ്വാര. ഈ ഗുരുക്കന്മാർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും അല്ലെ? വി പ്രേ ഇൻ ഗുരുദ്വാരാസ്. ഗുരുദ്വാരാസിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വി ഡെക്കറേറ്റ് അവർ ഹോംസ്. നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും. അതെല്ലാ ഫെസ്റ്റിവൽസിനും അങ്ങനെയാണ് അല്ലെ? മിക്കവാറും എല്ലാ ഫെസ്റ്റിവൽസിനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എന്തായാലും ഭംഗിയാക്കാറുണ്ട്. പിന്നെ വി ഈറ്റ് ടുഗദർ. നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കും അല്ലേ? എപ്പോ? ഫെസ്റ്റിവൽ ഡേയില് എല്ലാവരും ഒന്നിച്ചിരുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ സ്വീറ്റ്സ് ഒക്കെ കൊടുക്കും എല്ലാവർക്കും. മധുര പലഹാരങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഫെസ്റ്റിവൽസിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെ? അപ്പൊ നമ്മൾ ഏതൊക്കെ ഫെസ്റ്റിവൽസിനെ കുറിച്ച് പഠിച്ചു? ദിവാലി, ഈദ്, Christmas, Guru Parv. And Diwali is the festival of lights, and we pray together and we decorate our homes. We light lamps and diyas on Diwali day. So we celebrate Diwali together. Then the next festival is Eid. Eid is the other festival. So we pray together on Eid day at the mosque, and we wear new clothes and we give clothes to the poor people. Okay, we give clothes to the poor people. And next one is Christmas. Christmas, we give gifts to our friends and relatives. We give gifts to them and we sing Christmas carols together with our friends. നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയിട്ട് എന്ത് ചെയ്യും? ക്രിസ്മസ് കാരോളൊക്കെ പാടാറുണ്ട് അല്ലേ? We decorate the Christmas tree. Christmas tree എന്ത് ചെയ്യും? ഡെക്കറേറ്റ് ചെയ്യും അല്ലെ? നല്ല ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, എന്നിട്ട് അത് ഡെക്കറേറ്റ് ചെയ്യും. And celebrate together. Wear new clothes on Christmas Day. And the next festival is Guru Parv. Guru Parv is in Guru Parv day we pray together on Gurudwara. We pray together at Gurudwaras and we decorate our homes and distribute sweets and we eat together. Okay, നമ്മൾ എല്ലാവരും ഒന്നിച്ച് എന്ത് ചെയ്യാറുണ്ട്? സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പുതിയ ഡ്രസ്സ് വാങ്ങിക്കും, നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യും, പിന്നെ ഗുരുദ്വാരാസിൽ പോയി പ്രാർത്ഥിക്കും അല്ലെ? എല്ലാ ഫെസ്റ്റിവൽ ഡേയിലും നമ്മൾ ചർച്ചിലോ മോസ്കിലോ ടെമ്പിളിലോ ഗുരുദ്വാരാസിലോ ഒക്കെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? മനസ്സിലായോ? അപ്പൊ നമ്മൾ ഏതൊക്കെ ഫെസ്റ്റിവൽസിനെ കുറിച്ച് പഠിച്ചു? ഇപ്പൊ ഏതൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞേ എല്ലാവരും? ദിവാലി, ഈദ്, ക്രിസ്മസ്, ഗുരു പർവ്. ഓക്കെ, ദിവാലി, ഈദ്, ക്രിസ്മസ്, ഗുരു പർവ്. ഓക്കെ, മനസ്സിലായോ? ഇത്രയും ഫെസ്റ്റിവൽസിനെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ, ദെൻ നമ്മള് നെക്സ്റ്റ് പേജ് എടുക്കാം. ഹൂ ആം ഐ? മിസ് ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. ഇത് ആർക്കാണ് അറിയാന്നൊക്കെ നോക്കട്ടെ. ഹൂ ആം ഐ? പേജ് നമ്പർ 134. 134. ഞാൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാണ് വേണ്ടത്. ഇവിടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് ഒരാളെ കുറിച്ച്. അത് ഓരോരുത്തരും നമ്മൾ കണ്ടുപിടിക്കണം അത് ആരാണ് എന്താണ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ മിസ് വായിക്കാം, എല്ലാവരും നോക്കാം, എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. മിസ് ചോദിക്കും ഓരോരാളോടും. ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ: I am long like a rock. I have no legs. I am a dash. Who is this? I am a long like a rock. What is a rock? Rope എന്താണ്? റോപ്പ്. I am long. Long വെച്ചാൽ എന്താണ് മീനിങ്? ഞാൻ നീളമുള്ള ആളാണ്. Like a rock. ഒരു കയറ് പോലെ നീളമുള്ള ആളാണ് ഞാൻ. I am long like a rope. ഞാൻ ഒരു കയറ് പോലെ നീളമുണ്ട്. ഒരാളെ കുറിച്ചാ പറയുന്നത്. I have no legs. എനിക്ക് കാലുകളില്ല.
ഞാനൊരു കയറ് പോലെ നീളമുള്ള ആളാണ്. ബട്ട് ഐ ഹാവ് നോ ലെഗ്സ്. എനിക്ക് കാലുകളൊന്നും ഇല്ല. ഐ ആം എ ഡാഷ്. ഹു ആം ഐ? Who is this? കയറ് പോലെ നീളമുള്ള കാലുകളൊന്നും ഇല്ലാത്ത ഒരു ജീവി. ആരാണ്? ആരാണ്? ആരാണ് പറയാൻ പോകുന്നത്? ആരാണ് മുഹമ്മദ് ഷാസിൽ? ഇതാരാണ്? Snake. Snake. So the answer is snake. പാമ്പിനെ കുറിച്ചാ പറയുന്നത് അല്ലേ? എന്താണ്? ഞാൻ ഐ എം ലോങ്. എനിക്ക് നല്ല നീളമുണ്ട്. ആരെ പോലെ? ആരെ പോലെ? കയറ് പോലെ നല്ല നീളമുണ്ട് എനിക്ക് അല്ലേ? പിന്നെ ഐ ഹാവ് നോ ലെഗ്സ്. എനിക്ക് കാലുകളൊന്നും ഇല്ല. പാമ്പിന് കാലുകൾ ഉണ്ടോ? ഇല്ലല്ലോ. ഐ ഹാവ് നോ ലെഗ്സ് ആൻഡ് ഐ ആം എ ആരാണ്? സ്നേക്ക്. സ്നേക്ക്. ഹൗ ടു റൈറ്റ് സ്നേക്ക്? ആർക്കെങ്കിലും അറിയാം എങ്ങനെയാ സ്നേക്ക് എന്ന് എഴുതാന്ന്? അറിയുന്നവരൊന്ന് സ്പെല്ലിംഗ് പറഞ്ഞ മിസ്സിന്. മിസ്സിനൊന്ന് പറഞ്ഞു തന്നെ എങ്ങനെയാ സ്നേക്ക് എന്ന് എഴുതാന്ന്? ആർക്കും അറിയില്ലേ എങ്ങനെയാ എഴുതാന്ന്? ഫാത്തിമ ജാബറെ അറിയോ മോളെ എങ്ങനെയാ സ്നേക്ക് എന്ന് എഴുതണ്ടേ? അറിയോ ഫാത്തിമ? ഫാത്തിമയ്ക്ക് റേഞ്ച് ഇഷ്യൂ ഉണ്ടോ മോളെ? പറഞ്ഞു മോളെ എങ്ങനെയാണ് സ്നേക്ക് എന്ന് എഴുതാ? സ്നേക്ക്. ഓക്കെ, സ്നേക്ക്. ഇതാ എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം. അപ്പൊ ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എന്ത് ചെയ്യാ? നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടുള്ള സ്പേസിൽ എഴുതാം. കെ അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതാം SNAK. അവിടെ ഓൾറെഡി ഉണ്ട്. ലാസ്റ്റ് E കൂടെ എഴുതാം. ആയിഷാമാന എഴുതിയ മോളെ എഴുതട്ടോ. ഇവിടെ ഉള്ള സ്പേസില് ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അല്ലേ? ഇവിടെയാണ് അത് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഫസ്റ്റ് വൺ SNAK അവിടെ ഉണ്ട്. കെ നമ്മൾ എഴുതണ്ട. E. സ്നേക്ക്. വാട്ട് ഇസ് സ്നേക്ക്? പാമ്പ് അല്ലേ? പാമ്പ്. എഴുതിയോ? SNAKE. എഴുതിയോ? എഴുതിയോ ഫസ്റ്റ് വൺ? ഇനി നെക്സ്റ്റ് ആണ്, രണ്ടാമത്തെയാണ് മിസ് വായിക്കാൻ വേണ്ടി പോകുന്നത്. ആൻസർ അറിയുന്നവർ പെട്ടെന്ന് കൈ ഉയർത്തണേ. മൈ നെയിം ബിഗിൻസ് വിത്ത് സി. എന്റെ പേര് തുടങ്ങുന്നത് ഏത് ലെറ്ററിലാണ്? സിയിലാണ്. മൈ നെയിം ബിഗിൻ വിത്ത് സി. ഐ ക്യാച്ച് മൈസ്. ഞാൻ എന്ത് ചെയ്യാറുണ്ട്? മൈസിനെ പിടിക്കാറുണ്ട്. മൈസ്. മൈസ് ആരാണ്? എലികൾ അല്ലേ? എലികള്. മൈ നെയിം ബിഗിൻ വിത്ത് സി. ഐ ക്യാച്ച് മൈസ്. ഐ ആം എ who is this? ഇതാരാണ്? ആരാണ് അൻവിത? Cat. Cat അല്ലേ? What's the spelling of cat? C C-A-T. C-A-T. Cat.
So my name begins with a C. I catch mice. I am a cat. C-A-T, cat. Okay. എഴുതിയോ? C-A-T, cat. എഴുതിയല്ലോ? C-A-T, cat. Then next one miss വായിക്കാം. My name begins with D. എന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ലെറ്ററിലാണ്? Begins with D. I guard the house. ഞാൻ വീട്ടിന് എന്ത് ചെയ്യും? ഗാർഡ് ചെയ്യും അല്ലേ? എന്താണ് ഗാർഡ് ചെയ്യാന്ന് വെച്ചാല് വീടിന് കാവൽ നിൽക്കും അല്ലേ? വീടിനെ നോക്കാറുണ്ട്, വീട് സംരക്ഷിക്കും ഞാൻ. എന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിയിലാണ്. ആൻഡ് who am I? ഞാൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാണ് വേണ്ടത്. I am a. Who is this? Umar. Who is this? Dog. Dog. D. O. G. Okay. Dog. My name begins with a D. I guard the house and I am a dog. ഞാനൊരു dog ആണ് അല്ലേ? എഴുതിയോ? Dog. D-O-G. Dog. ഇവാന എഴുതുന്നില്ലേ ഇവാന? Then next one. അടുത്തത് മിസ് വായിക്കാം. I live in the desert. I can walk for days without food and water. I am a. Who is this? I live in the desert. ഞാൻ ഡെസേർട്ടിലാണ് ഉണ്ടാവുക. ഡെസേർട്ട് എന്താണ്? ഡെസേർട്ട് മരുഭൂമി അല്ലേ? ഞാൻ മരുഭൂമിയിലാണ് എന്ത് ചെയ്യാറ്? താമസിക്കാറ്. ഞാൻ മരുഭൂമിയിൽ താമസിക്കാറുണ്ട്. I can walk for days without food and water. വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കുറേ ദിവസം നടക്കാൻ എനിക്ക് പറ്റും അല്ലെ? വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെ ഞാൻ കുറേ ദിവസം എന്ത് ചെയ്യാറുണ്ട്? നടക്കാറുണ്ട്. And I am a dash. Who is this? Who am I? ആരാണ്? എന്താണ് ഇതിന്റെ ആൻസർ? എയ്ഡൻ ജെ മാത്യു. Who is this? C-A-M-E-L, camel. C-A-M-E-L, camel. C-A-M-E-L, camel. C-A-M-E-L, camel. C-A-M-E-L, camel. ഒട്ടകം അല്ലേ? മരുഭൂമിയിലാണ് ഇത് ഉണ്ടാവുക. വെള്ളം കുടിക്കാതെയും ഫുഡ് കഴിക്കാതെയും കുറേ ദൂരം നടക്കാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റും. കുറേ ദിവസം നടക്കാൻ വേണ്ടി പറ്റും അല്ലേ? Then next one. I have a long neck. എനിക്കൊരു നീളമുള്ള കഴുത്തുണ്ട്. I eat leaves for all trees. ഞാൻ എല്ലാ മരങ്ങളുടെയും എന്ത് ചെയ്യും? ഇലകൾ കഴിക്കാറുണ്ട്. Because I have a long neck. നീളമുള്ള ഒരു കഴുത്തുള്ളത് കൊണ്ട് എല്ലാ ഇലകളും എല്ലാ മരത്തിന്റെയും ഇലകൾ കഴിക്കാൻ വേണ്ടി എനിക്ക് പറ്റും. I am a. First letter is G. G R F F എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? G R F F എന്ന് കൊടുത്തിട്ടുണ്ട്. And which animal is this? Which animal is this, Abhinav? ഇത് ഏത് ജീവിയാണ്? I have a long neck. നീളമുള്ള എന്തുണ്ട്? കഴുത്തുണ്ടല്ലേ? ഇത് ഏത് ജീവിയാണ് അഭിനവേ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓക്കെ ഫൈൻ. ഓക്കെ മിസ് വേറെ ആരാണ് പറയുന്നത് നോക്കട്ടെ. ഓക്കെ ലുബാബ.
ഇത് എന്ത് ആനിമൽ ആണ് ലുബാബ? ജിറാഫ്. ജിറാഫ്. ജി ഐ ആർ എ then F F നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ലെറ്റർ എന്താണ്? ഒരു ലെറ്റർ കൂടി ഉണ്ടല്ലോ. ജി ഐ ആർ എ എഫ് എഫ് ഇ അല്ലേ? ജിറാഫ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് okay. First one is snake, second one cat, third one dog, fourth I am a camel, and last one giraffe. Okay, giraffe. ഇപ്പൊ കഴിഞ്ഞല്ലോ, നമ്മളത് മുഴുവൻ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു അല്ലെ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മിസ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഇത് പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് വൺ സ്നേക്ക്, ക്യാറ്റ്, ഡോഗ്, ക്യാമൽ, ജിറാഫ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഫെസ്റ്റിവൽസും ഹുവാമായി എന്നുള്ള പോർഷനും നന്നായി നോക്കി പഠിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, then miss class wind up ചെയ്യണേ. Okay, okay, tata, see you in the next class. എന്താ മോളെ അൻവിക? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും നോക്കി വായിച്ച് പഠിച്ച് നല്ല മക്കളായിട്ട് വരാം. ഓക്കെ, ബൈ.